എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വിഭവം പാച്ചോറ്. ചില നാടുകളിൽ ഇതിന് അരി പറ്റിച്ചത് അല്ലെങ്കിൽ ശർക്കര ചോറ് എന്നും പറയാറുണ്ട്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതുമാണ്. ഇനി എങ്ങനെയാണ് പാച്ചോറ് അഥവാ ശർക്കര ചോറ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ നമുക്ക് നോക്കാം. പാച്ചോറ് അല്ലെങ്കിൽ ശർക്കര ചോറ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ശർക്കര, ഏകദേശം ഒരു 100 ഗ്രാമോളം ശർക്കര ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ശർക്കര എല്ലാം മെൽറ്റായി, അതിൻ്റെ പാനി തിളച്ചു തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/2 ടീസ്പൂൺ ജീരകം ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തത്, ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ശർക്കര പാനി നന്നായിട്ട് തിളച്ചു വന്നു. ഇനി ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. നന്നായിട്ട് വേവിച്ച് വെച്ച ചോറാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു 80% വെന്ത് വന്ന ചോറ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് മട്ട അരിയാണ്. ഏത് അരി വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ചേർക്കുന്നത് 1 കപ്പ് തേങ്ങ കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നു. ഇതെല്ലാം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം വറ്റുന്നവരെ നമുക്ക് ഇതൊന്ന് പറ്റിച്ചെടുക്കണം. ഏകദേശം 4-5 മിനിറ്റ് കഴിഞ്ഞു. അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടി പിടിക്കാതെ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ചോറ് നമുക്ക് കുഴഞ്ഞു പോകാനും പാടില്ല. എന്നാൽ അടി പിടിക്കാതെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയും വേണം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഞാനപ്പോൾ ഇടയ്ക്ക് അടി പിടിക്കാതെ നല്ല ഈ ചോറൊന്നും കുഴഞ്ഞു പോകാതെ ഞാൻ ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. നല്ല ആ ശർക്കരയെല്ലാം അരിയിലേക്ക് പിടിച്ച് നല്ലൊരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് ഇപ്പോൾ കിട്ടുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഏലക്കായും അതുപോലെ ചുക്കും ജീരകവും എല്ലാം അതിൻ്റെ ആയിട്ട് നല്ലൊരു ഫ്ലേവറാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി ശരിക്കും ഒന്ന് തണുപ്പിച്ചെടുക്കണം. അടി വരുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ പാച്ചോറ് മാറ്റാം. പാച്ചോറ് മുഴുവനും അടി വരുന്ന ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് നല്ലപോലെ പരത്തി ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കുമ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് തണുക്കാൻ വെക്കട്ടെ. നമ്മുടെ പാച്ചോറ് നന്നായിട്ട് തണുത്ത് ഉറഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കട്ട് ചെയ്യാം. കട്ട് ചെയ്ത പാച്ചോറ് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ പാച്ചോറ് അല്ലെങ്കിൽ ശർക്കര ചോറ്, ചില നാടുകളിൽ അരി പറ്റിച്ചതെന്ന് പറയും, ഇത് നമ്മളിവിടെ തയ്യാറാക്കി. നിങ്ങളും ഇത് ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക. വീണ്ടും വ്യത്യസ്തമായ നല്ലൊരു വിഭവമായി കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.